ബിനോയ് വിശ്വം മാധ്യമങ്ങളെ തെരഞ്ഞെടുപ്പുണ്ടോ അപ്പോഴെല്ലാം പരോക്ഷമായിട്ട് കോൺഗ്രസിനും ബി ജെ പിയുമായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാകാറുണ്ട് എല്ലായ്പ്പോഴും. അതിൻ്റെ അടിത്തറമായ ഇടതുപക്ഷ വിരോധമാണ്. അതൊരിക്കലും ഇവിടെ കേരളത്തിൽ ഓപ്പണായിട്ടുമുണ്ട്. അതാണ് വടകര ബേപ്പൂർ മോഡൽ. വടകരയിൽ പൊതു സ്ഥാനാർത്ഥി, ബേപ്പൂർ പൊതു സ്ഥാനാർത്ഥി. ആ പൊതു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസും എല്ലാം ഒന്നിച്ച് വോട്ട് പിടിച്ചു. അത് ഓപ്പണായിട്ടായിരുന്നു. പിന്നെ പലപ്പോഴും പരോക്ഷമായിട്ടാണ്. അത് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒഴിവാക്കാൻ പറ്റില്ല. അതേപ്പറ്റിയാണ് KG മാരാർ എഴുതിയിട്ടുള്ളത്. അതേപ്പറ്റിയാണ് പലപ്പോഴും ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം. എല്ലാവർക്കും അറിയാം, എവിടെയെല്ലാം ഒരു പാർട്ടിക്ക്, അതും ഒരു കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളി എന്ന തോന്നലുണ്ടാകുന്നുണ്ടോ, അവിടെയെല്ലാം ഈ അപകടം കോൺഗ്രസ്സിനുണ്ടാകും. അതുള്ളത് ഇവിടെ കേരളത്തിലാണ്. അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിലമ്പൂരിൽ UDF, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുണ്ട് എന്നാണ് പറയുന്നത്. എവിടെയെല്ലാം കോൺഗ്രസിന് ഇടതുപക്ഷമാണോ മുഖ്യ എതിരാളി, അവിടെയെല്ലാം കോൺഗ്രസ് ആരുമായിട്ടും കൂട്ടുകൂടും. RSSമായിട്ടും കൂട്ടുകൂടും, മുസ്ലിം RSS ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും കൂട്ടുകൂടും. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ കോൺഗ്രസ്സിന് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണ്ടല്ലേ? നേരത്തെ അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതേപ്പറ്റി പിന്നെയും പറയാൻ എന്തായാലും ബിനോയ് വിശ്വം ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPM RSS ബന്ധം സ്ഥിരീകരിച്ച് നടത്തിയ ആ പ്രതികരണത്തിൽ ഡാമേജ് കൺട്രോൾ വാർത്താ സമ്മേളനം ഡാമേജ് കൺട്രോൾ പ്രതികരണങ്ങൾ കാണുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേണം ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രതികരണത്തെയും കാണാൻ. എന്തായാലും ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് റൗണ്ടിൽ ഈ പറയുന്ന രീതിയിൽ അതവിടെ ചർച്ചയാകുന്നുണ്ട്. അത് പക്ഷേ സാധാരണ വോട്ടർമാരിലേക്കൊക്കെ എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.